ചേട്ടാ ദൃശ്യം 3യുടെ ട്രെയിലറിന് വരാൻ പോവാണ്. ട്രെയിലർ ഇറങ്ങിയോ എനിക്കറിയത്തില്ല. ഇന്ന് ഇറങ്ങാൻ പോവാണ്. ആണല്ലേ? ദൃശ്യം 3യിൽ എന്തെങ്കിലും ഭാഗമാണ്? ഞാൻ അറിയുന്നില്ല, കാരണം നമ്മളെ ഉള്ള അത് ശരിയല്ല. അതെ അതെ അതെ, പറയാൻ പറ്റില്ല. ഞാൻ ആരോടും പറയുകയില്ല. സാറൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ദൃശ്യം 2ലേക്ക് എങ്ങനെയാണ് വിളിച്ചത്? ദൃശ്യം 2ലേക്ക് എന്നെ നേരിട്ട് വിളിച്ചാ. നമ്മുടെ പ്രോഗ്രാം കണ്ടേ, ഞാൻ കോമഡി പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കും. അപ്പൊ അത് കണ്ടിട്ട് വിളിച്ച്. ഒത്തിരി പടം ചെയ്തിട്ടുണ്ട്, കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല, ഇനി വരാനുള്ളത് ദൃശ്യം 3 അല്ലാതെ? 3 അല്ല, ഇനിയിപ്പോൾ ഇതുള്ളൂ ഈ പടം. ഇനിയിപ്പോൾ 3 ഒക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഏത് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ? ഇതാ, ഇതെനിക്ക് ദൃശ്യത്തിന്റെ കഥ പറയണ്ട, എത്ര അങ്ങനത്തെ കാര്യങ്ങള്, എത്ര നമ്പർ ഓഫ് ഡേയ്സ് എത്ര ഉണ്ടായിരുന്നു? 10-17 ദിവസം ഉണ്ടാവും. 17 ദിവസം ഉണ്ടായിരുന്നു. ദൃശ്യം 2 എത്ര ദിവസം ഉണ്ടായിരുന്നു? അതാണ് 21 ദിവസം ഉണ്ടാവും. പക്ഷെ അത് കൊറോണ അല്ലായിരുന്നു. അപ്പം നമ്മളെ പുറത്തു വിടുന്നില്ല, ലൊക്കേഷനിൽ തന്നെയായിരുന്നു. ജോർജുട്ടിനെ എത്രയാണോ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അല്ല, അതല്ല, നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. പിന്നെ അത് എൻ്റെ വായിൽ നിന്ന് വരും. ഞാനുണ്ടെന്ന് വന്നപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു ആൾക്കാർ. ഈ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ ഇതറിഞ്ഞല്ലേ, ചിലപ്പോൾ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. തൊടുപുഴ മെയിനായിട്ട് ലൊക്കേഷൻ വരുന്നത്. തൊടുപുഴയായിരുന്നു. ദൃശ്യം സീരിയസിലില്ലേ, ക്ലൈമാക്സിൽ ട്വിസ്റ്റ് ഇല്ലാണ്ട് അവസാനിപ്പിക്കില്ല എന്നാ പറഞ്ഞു. അതൊന്നും എനിക്കറിയത്തില്ല, അതൊന്നും അറിയത്തില്ല. നമ്മുടെ സീൻ മാത്രം. നർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്താണ് ചേട്ടൻ വരുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. ഓക്കെ ഓക്കെ, ശരി ശരി.